നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ഡ്രസ് മാർക്കറ്റിലാണ്, എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്ത്ര മാർക്കറ്റിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ എറണാകുളം മാർക്കറ്റിലെ ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ, അതായത് A to Z വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഭവാനി ടെക്സ്റ്റൈൽസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിലാണ് ഭവാനി ടെക്സ്റ്റൈൽസ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ സഹോദര സ്ഥാപനമായ ഭഗവതി ടെക്സ്റ്റൈൽസ് ഒക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഭവാനി ടെക്സ്റ്റൈൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭവാനി ടെക്സ്റ്റൈൽസിൽ ഒരുപാട് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തൊക്കെ ജോലി തേടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നല്ല അടിപൊളി ജോലി നിങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ചേച്ചി ഹായ്. സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? അതായത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഓണത്തിന്റെ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. പട്ടുപാവാട, അങ്ങനത്തെ ചുരിദാറുകൾ, ഇതെല്ലാം. ഇത് നമ്മുടെ ക്യാഷ് കൗണ്ടറാണ്. ഇത് നമ്മുടെ ബിൽഡിംഗ് സെക്ഷനാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇത് ബെഡ്ഷീറ്റുകൾ, പില്ലോ കവറ്, അങ്ങനത്തെ ഉള്ള ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അണ്ടർസ്കേർട്ട്, അങ്ങനത്തെ ഒക്കെയാണ് ഈ ഫ്ലോറിലുള്ളത്. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഫീച്ചർ ചെയ്യുന്നത്? നമ്മളിവിടെ നൈറ്റി പീസുകൾ, പിന്നെ ടോപ്പുകൾ, കുർത്തീസുകൾ, സാരികൾ, കുട്ടികളുടെ ഐറ്റംസ്, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെയാണ്. അതായത് ഒരു ഷോപ്പിന് വേണ്ടിയിട്ടുള്ള A to Z ഐറ്റംസും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന നൈറ്റീസിന്റെ സെക്ഷനാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം വിൽപ്പന ലഭിക്കുന്ന ഒരു ഐറ്റമാണ് നൈറ്റീസ്. ചേച്ചി, എന്തൊക്കെ ടൈപ്പ് നൈറ്റീസ് നമുക്കുള്ളത്? നമുക്ക് ഇവിടെ കോട്ടന്റെ ആണ്, പ്യൂർ കോട്ടന്റെ ആണ് നൈറ്റികൾ എല്ലാം ഉള്ളത്. 145 രൂപ മുതലാണ് നമുക്കിവിടെ നൈറ്റികൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ നൈറ്റ് ഫുൾ കോട്ടണിലാണ് വരുന്നത്. ഫുൾ കോട്ടൺ ആണ്. ഇതിന് എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടോ? ഇതിൽ നമ്മൾ ചെയ്യുന്ന കമ്പനികളിലെ വ്യത്യാസമുണ്ട്. 4 കമ്പനികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വർദ്ധമാൻ, ശൈലജ, ഗൗരവ്, രാഹുൽ, ഈ കമ്പനികളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ അതിനേക്കാൾ കൂടിയതായിട്ടുള്ള മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്. DCMന്റെ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രിന്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അജ്രക്കിന്റെ പ്രിന്റ് ഉണ്ട്, ബാട്ടിക്കിൽ വരുന്നുണ്ട്, ചുങ്കിടി ടൈപ്പിലുള്ള വരുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ഒക്കെ എല്ലാം നമ്മളിവിടെ ചെയ്യുന്നത്. നൈറ്റി കെട്ടാണ്, നൈറ്റി കെട്ടിൽ വരുന്നതാണ്. നൈറ്റി കെട്ടിലാണ്. ഇത് ചുരിദാർ കെട്ടിലാണ്. ഇത് റയോൺ മെറ്റീരിയലാണ്. ഇത് മാനസികട്ട്, എല്ലാ സൈസുകളും നമുക്ക് ലാർജ്, XL, XXL അതൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഇലാസ്റ്റിക്കിന്റെ നൈറ്റിയാണ്. ഇത് അജ്രക്കിൽ കഫ്താൻ വരുന്നതാണ്. കഫ്താൻ നൈറ്റി നമുക്കിപ്പോ വെറൈറ്റി ആയിട്ടുള്ള വരുന്ന ഒരു മോഡലാണ് കഫ്താൻ. ഇത് നമുക്ക് ഇത് നമുക്ക് ബനിയത്തിന്റെ ഇതിൽ വരുന്ന മെറ്റീരിയൽ വരുന്നതാണ്. ബനിയൻ മെറ്റീരിയൽ വരുന്നതാണ്. ഇത് മിഡി ഫ്രോക്ക് ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലായിടത്തും വരുന്നതാണ് മിഡി ഫ്രോക്കിന്റെ വരുന്നത്. പിന്നെ നമുക്ക് പ്ലെയിനിൽ വർക്ക്, ത്രെഡ് വർക്ക് വരുന്നതിൽ വരുന്നതാണ്. പ്ലെയിനില് ത്രെഡ് വർക്ക്, ഒരുപാട് കളർ വേരിയേഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതെ, ഇഷ്ടംപോലെ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം കംപ്ലീറ്റ് വെറൈറ്റി കളേഴ്സുകളാണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ലാർജ് സൈസിൽ വരുന്നതാണിത്. പിന്നെ ഇത് XXL സൈസിൽ വരുന്നതാണ്. നമുക്ക് ഫീഡിങ്ങിന്റെ നൈറ്റിയാണ്. ഫീഡിങ് നൈറ്റിയിൽ വരുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് സിബ് ഉണ്ടാവും, കണ്ടില്ലേ, ഇതായിട്ടുള്ള സിബ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഇവിടുന്ന് വരുന്നതിൽ നമ്മൾ 180 ആ റേറ്റിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വരും. അതിലാണ് സ്റ്റാർട്ടിങ് നമുക്ക് ചെയ്ത് വരുന്നത്. ഏകദേശം ആ റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. ഇവിടെ വന്ന് തരുമ്പോൾ ഇത് നമുക്ക് കോളറുള്ള വരുന്ന ഫുൾ ഓപ്പൺ. ഏത് ഏരിയയിലും നല്ല രീതിയിൽ വിൽപ്പന നടക്കാൻ സാധ്യതയുള്ള ഒരു മോഡലാണ്. പിന്നെ ഇതിന്റെ തന്നെ കോളർ ഇല്ലാത്തതും ഫുൾ ഓപ്പൺ നൈറ്റി ഉണ്ട്. അത് XL, XXL ആ സൈസിൽ വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്പൺ നൈറ്റി XXL സൈസ്. ഇതാണ് XXL. മാക്സിമം XXL ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഷോപ്പിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള നൈറ്റീസ് മാത്രമല്ല, നൈറ്റീസ് തയ്പ്പിക്കാനുള്ള ക്ലോത്ത് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതായത് പല രീതിയിലുള്ള, പല ഡിസൈനുള്ള, പല വിലയിൽ അഫോർഡബിൾ ആയിട്ടുള്ള നൈറ്റി ക്ലോത്ത് മെറ്റീരിയൽസിന്റെ ഒരു വമ്പൻ ശേഖരം ഈ ഒരു ഷോപ്പിലുണ്ട്. ചേച്ചി, അപ്പൊ എങ്ങനെ വിലയൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾക്ക് ഇവിടെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് 125 രൂപ മുതലുള്ള മെറ്റീരിയലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 125 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ്. കോട്ടന്റെ പ്യൂർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അതിൽ മുതലാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇത്രയും കളക്ഷൻസ് ഉണ്ട്. അജ്രക്കിന്റെ പ്രിന്റ് ഉണ്ട്,
ഡിജിറ്റൽ പ്രിന്റുകളുണ്ട്, റയോൺ ഉണ്ട്, DCMN മെറ്റീരിയലിന്റെ ഉണ്ട്, അങ്ങനത്തെ ഉള്ള എല്ലാ മെറ്റീരിയലുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട്. ഈ കാണുന്ന മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീസെറ്റ് ആയിട്ട് നെക്കിന്റെ പോർഷൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മോഡലിലുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രീസെറ്റ് മെറ്റീരിയൽസ് എന്ത് വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യണേ? അത് നമുക്ക് ഇവിടെ വരുന്ന പല റേറ്റുകളിലും കുറഞ്ഞ റേറ്റ് മുതലുള്ളതുണ്ട്. നമ്മുടെ കടയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് 3 മീറ്ററിന്റെ. ഇപ്പൊ നമ്മൾ കണ്ടതെല്ലാം 3 മീറ്ററിന്റെയാണ്. ഇതെല്ലാം 320-ന്റെ ഈ മെറ്റീരിയൽ ഇരിക്കുന്നത്. 320-ന്റെ നൈറ്റി മെറ്റീരിയൽ ഇരിക്കുന്നത്. ഇത് ഷോളും കൂടി വിത്ത് ഷോളും കൂടിയുള്ള നൈറ്റി മെറ്റീരിയലാണ് ഇതിരിക്കുന്നത്. 320-ൽ വരുന്നതാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ ഓണത്തിന് ഏറ്റവും അധികം സെയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സെറ്റ് സാരികൾക്കും സെറ്റ് മുണ്ടുകൾക്കുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സെറ്റ് സാരി, സെറ്റ് മുണ്ടുകൾ, അങ്ങനെയുള്ള ഓണം ഐറ്റംസും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ചേച്ചി എങ്ങനെയാണ്? ഇവിടെ നമുക്ക് 280 രൂപ മുതൽ 1000 വരെയുള്ള സാരികളുണ്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെയാണ് റോസ് ഗോൾഡ്, ഇത് ത്രെഡ് വർക്ക് വരുന്നത്, പിന്നെ ലൈൻസ് വരുന്നത്, ഡിജിറ്റൽ പ്രിന്റ്, ടിഷ്യൂ, ഇത് കോപ്പറിൽ, ഇത് സിൽവറിൽ പ്രിന്റ് വരുന്നത്, കോപ്പറിൽ വരുന്നത്, വരുന്ന മോഡലാണ്. ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതിന്റെ ഈ ഒരു കളർ മാത്രമല്ല, ഇതിന്റെ പല വെറൈറ്റി കളേഴ്സും പല വെറൈറ്റി കളേഴ്സും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിൽ വരുന്ന വെറൈറ്റീസ് ആണ്. ഈ കാണുന്ന കോപ്പർ ആണ് കേട്ടോ. കോപ്പർ ജെറിയിൽ ചെയ്തിട്ടുള്ള ഐറ്റം ആണ്. കോപ്പർ ജെറി വിത്ത് ഹാൻഡ് പ്രിന്റിംഗ് അല്ലേ? ഹാൻഡ് പ്രിന്റിംഗ് ആണ്. അപ്പൊ ഇതിന്റെ കളർ വേരിയേഷൻസ് നമുക്ക് അവൈലബിൾ ആണോ? അതെ, ഒത്തിരി കളേഴ്സ് ഉണ്ട് അതില്. ഇത് സിൽവർ ആണ്. സിൽവറിൽ ഹാൻഡ് പ്രിന്റിംഗ് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതൊക്കെ നല്ല മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആണ്. കോപ്പറിൽ ചെക്ക് അല്ലേ? പക്ഷെ എനിക്ക് ഏറ്റവും അധികം വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ 2 ഐറ്റം ആണ് കേട്ടോ. അത് റോസ് ഗോൾഡ് ചെയ്തിട്ടുള്ള ഐറ്റം. അധികം എന്താ പറയാ, അധികം ഒന്നും കടകളിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഐറ്റം ആണ്. അപ്പൊ ഈ ഒരു വർഷം ട്രെൻഡിങ് ആവാൻ പോകുന്ന മോഡലാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. റോസ് ഗോൾഡിന്റെ തന്നെയാണ്. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി സെറ്റ് സാരിയാണ്. ഇവിടുത്തെ പീകോക്ക് ഡിസൈൻ, അതുപോലെ തന്നെ മയിൽപ്പീലിയുടെ ഡിസൈൻ, അതുപോലെ തന്നെ നെക്സ്റ്റ് കഥകളി ഡിസൈൻ അല്ലേ? അപ്പൊ നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ഡ്രസ്സ് വാങ്ങിക്കാൻ ഈ ഒരു ഓണത്തിന് നിൽക്കുവാണെങ്കിൽ ഈ ഒരു സംഭവം യുണീക്ക് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ഷോപ്പിലൊക്കെ ഇത് വെക്കുവാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ ഒരു ഓണത്തിന് മറിഞ്ഞു പോകാൻ സാധിക്കും. കൃഷ്ണനോ റോസ് ഗോൾഡിന്റെ രാധയും കൃഷ്ണനുമാണ് വന്നിട്ടുള്ള. ഇത് മയിൽപ്പീലി വീണ അല്ലേ? ഓക്കെ, ലക്ഷ്മി ഡിസൈൻ പോലെ 4-ലെയും വീണയും വന്നിട്ടുള്ള ഡിസൈൻ ആണ്. ഇത് പീകോക്ക് വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഡിസൈൻ, ഇത് ഗോൾഡിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് പ്ലെയിൻ ആയിട്ടുള്ള റോസ് ഗോൾഡ് ആണ്. അപ്പൊ പ്ലെയിൻ ആവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള മോഡൽസും ഉണ്ട്. പിന്നെ കരയിൽ കളർ വ്യത്യാസമുള്ള റോസ് ഗോൾഡ്സ് ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന എല്ലാം കരയിൽ കളർ ചേഞ്ചസ് ഉള്ള മോഡലാണ് അല്ലേ? ഓക്കെ, അത് 1-2 നമുക്ക് ഇവിടെ എടുത്തു വെച്ച് നമുക്ക് കാണാം കേട്ടോ. കണ്ടോ, കരയോടൊപ്പം റോസ് ഗോൾഡ് കരയോടൊപ്പം ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് വയലറ്റ് കരയാണ് വന്നിട്ടുള്ളത്, പച്ചക്കര വന്നിട്ടുണ്ട്. അങ്ങനെ റോസ് ഗോൾഡിന്റെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് സെറ്റ് സാരികൾ മാത്രമല്ല സെറ്റ് മുണ്ടുകളും ഉണ്ട്. 231 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാമാണ് അതിന്റെ കളക്ഷൻസ്. ഇതിൽ പ്രിന്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, പിന്നെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നുണ്ട്, ടിഷ്യൂല് വരുന്നുണ്ട്, പ്ലെയിൻ ടിഷ്യൂ ഉണ്ട്, അല്ലാതെ പ്രിന്റഡ് ടിഷ്യൂ ഉണ്ട്, പിന്നെ ത്രെഡ് വർക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കോട്ടണിൽ വരുന്നതാണ്. കോട്ടണിൽ വരുന്ന ഐറ്റംസ് ആണ്. ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം. നമുക്ക് വരും. പിന്നെ നമുക്ക് യൂണിഫോമിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഉള്ളതിനും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇവിടെ എല്ലായിടത്തും ഇരിക്കുന്നുണ്ട്. പ്ലെയിനിൽ ഇരിക്കുന്നതിൽ അതുണ്ട്, പ്രിന്റഡ് ആയിട്ടുള്ളതിലാണെങ്കിലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. വന്നിട്ട് നമുക്ക് ഓണത്തിനൊക്കെ ഒരുപാട് സെറ്റ് മുണ്ടും സെറ്റ് സാരികളൊക്കെ ആൾക്കാർക്ക് ആവശ്യം വരും. യൂണിഫോം ടൈപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും അതിനൊക്കെ പറ്റുന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതിൽ പറ്റും. ഇത് നോക്കിയേ, നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് ജെൻസിന് കൊടുക്കാൻ പറ്റിയ പല രീതിയിലുള്ള കസവുമുണ്ടുകളും വെള്ളമുണ്ടുകളുടെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സിൽക്ക് ഉണ്ട്, അതുപോലെ തന്നെ ടിഷ്യൂ ഉണ്ട്, എല്ലാത്തരം മെറ്റീരിയലും ഉണ്ട് അല്ലേ? ബ്ലീച്ച്ഡ് മെറ്റീരിയൽ എല്ലാതും ഉണ്ട്. ഇതെല്ലാം കസവുമുണ്ടിൽ വരുന്നതാണ്. പിന്നെ ഇത് കരയിൽ വരുന്നത്, പിന്നെ ഇത് സിൽവറിൽ വരുന്നത്. ഡബിൾ മുണ്ടുകളാണോ? ഡബിൾ മുണ്ടുകൾ. ഡബിൾ നമുക്ക് 250 മുതൽ സ്റ്റാർട്ട് ചെയ്യും. വൈറ്റിലുള്ള കളർ വേരിയേഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ട്. പിന്നെ കരയിൽ തന്നെ ഡിസൈൻസ് വരുന്ന ടൈപ്പിലുള്ള മുണ്ടുകളുണ്ട്. അങ്ങനെ പല കരകൾ, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള കരകളുടെ വെള്ള മുണ്ടുകൾ, വൈറ്റ് കളർ മുണ്ടാണ് കാണുന്നത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കോടി മുണ്ടുകളാണ്, കോടി മുണ്ടുകളുടെ കളക്ഷനാണ് കാണുന്നത്. അപ്പോൾ മുണ്ടിന്റെ ആവശ്യത്തിന് നിങ്ങൾ ഇനി വേറെ ഒരു കടയിലും പോകണ്ട. നമ്മുടെ ഈ ഒരു ഷോപ്പിൽ, അതായത് ഭവാനി സിൽക്സിൽ
നിങ്ങൾ വന്നാൽ മാത്രം മതി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇതേ നോക്കിക്കേ, ചെക്ക് മുണ്ടുകൾ, ലുങ്കികൾ, അതായത് കൈലി മുണ്ടുകൾ, കാവി മുണ്ടുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നൊക്കെ ചെക്കഡ് മുണ്ടുകളാണ്. ചെക്കും 77 മുതലുള്ളത് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. 77 രൂപ മുതൽ 77 രൂപ മുതൽ നമുക്ക് വരുന്നതാണ്. പിന്നെ വൈറ്റ് ചെക്ക് മുണ്ടുകൾ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ, കാലിക്കറ്റിലൊക്കെ ഒരുപാട് സെയിൽ നടക്കാൻ സാധ്യതകളാണ് വൈറ്റിൽ ചെക്ക് മുണ്ടുകൾ. ഇത് പ്ലെയിൻ കളറാണ് അല്ലേ? പ്ലെയിൻ. ഇതിനെന്ത് വില വരും? 82 രൂപ മുതലാണ് പ്രൈസിലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. കാവിമുണ്ടുകളുണ്ട്. കാവിമുണ്ടുകൾ പല ടോണിലുള്ള കാവിമുണ്ടുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാവിമുണ്ടുകളുടെ ലൈറ്റ് സ്റ്റോൺ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാവി കടുപ്പം കൂടിയ കാവിയുള്ള മോഡലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ഈ ഒരു ടൈപ്പിലുള്ള കാവി കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സ്റ്റാൻഡേർഡാ. കാവിമുണ്ടുകളും 90 രൂപ മുതലുള്ള കാവിമുണ്ടുകളുണ്ട് നമുക്ക്. കറുത്ത മുണ്ടുകളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ശബരിമലക്കൊക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കറുത്ത മുണ്ടുകളും ഈ കൂട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതും ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ്. അതെ, ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എല്ലാതും വരുന്നത്. പിന്നെ കളർ മുണ്ടുകളുണ്ട്, കളറായിട്ടുള്ള കളർ മുണ്ടുകൾ വരുന്നുണ്ട്. പിന്നെ ലുങ്കികൾ, ചെക്ക് എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് കുട്ടികളുടെ ഒട്ടിക്കുന്ന മുണ്ടുകളില്ലേ, കുട്ടികളുടെ ചെറിയ മുണ്ട്, ഓണമുണ്ടായിട്ടുള്ളത് ഒട്ടിക്കുന്ന ടൈപ്പില്, അതിൽ നമുക്കിവിടെ കിട്ടും. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് നമുക്ക് ഒട്ടിക്കുന്ന മുണ്ടുകൾ. ഇതെനിക്ക് തോന്നുന്നു ഓണത്തിന് ഒരുപാട് സെയിൽ കിട്ടാൻ സാധ്യതയുള്ള ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇത് ധരിക്കാൻ പറ്റും. വെൽക്രോ ഉണ്ട്. വെൽക്രോ വെച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ സെലിബ്രേഷൻ, സ്കൂളിലൊക്കെ സെലിബ്രേഷൻ നടക്കുമ്പോൾ അവർക്ക് ഉടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സെയിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന അതിന്റെ സൈസാണ് ഇത്. നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത്, 9 വയസ്സുള്ള കുട്ടി കൊടുക്കാൻ പറ്റുന്നത്, 8 വയസ്സുള്ള കുട്ടി കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെ സൈസ് വേരിയേഷൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സിംഗിൾ മുണ്ടുകളുണ്ട് ഇവിടെ. സിംഗിൾ മുണ്ടുകൾ നമുക്ക് വരുന്നതാണ് ഇതെല്ലാം. സിംഗിളിൽ വരുന്നത് ഇപ്പൊ നമ്മൾ ഡബിൾ അല്ലേ നേരത്തെ കാണിച്ചത്. അപ്പോൾ അതിന്റെ തന്നെ നമുക്ക് സിംഗിൾ മുണ്ടുകളും നമുക്ക് ഇവിടെ കരകളാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള പൊന്നാടയുടെ കളക്ഷൻസും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ ടൈപ്പും അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ചേച്ചി ഇപ്പം പറയും. അതേ പൊന്നാട ഇങ്ങനത്തെ ടൈപ്പിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളത് ഈ ടൈപ്പുകളിലൊക്കെ വരുന്ന പൊന്നാടകൾ ഇതിൽ വരുന്നതുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ വെറൈറ്റികളാണ് ഇതെല്ലാം. പൊന്നാട ഗോൾഡിൽ വരുന്നതിൽ വരുന്നത്, ഡിജിറ്റൽ പ്രിന്റിൽ ഇങ്ങനെ വരുന്നത് അതെല്ലാം. പിന്നെ സിൽക്കിൽ വരുന്നത്, അതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 99 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ധാവണിയുടെ കൂടി സെലക്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, വെറൈറ്റി ആയിട്ടുള്ള ധാവണിയുടെ ഇതാണ് വരുന്നത്. ഇത് അത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇത് സ്കേർട്ട് സെറ്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ ടെമ്പിൾ പ്രിന്റിന്റെ വരില്ലേ, അതില് വരുന്ന അതിലാണ് വരുന്നത്. രാധാകൃഷ്ണനും അങ്ങനെ വരുന്നത്. പിന്നെ അതിൽ പ്ലെയിൻ മാത്രം ഉള്ളതുണ്ട്, പ്രിന്റ് അല്ലാത്ത പ്ലെയിൻ മാത്രമുള്ള വരുന്നുണ്ട്. ധാവണിയുടെ സെക്ഷൻ. പിന്നെ നമുക്ക് വരുന്നത് ചെക്കിൽ വരുന്നതാണ്. ഇത് കണ്ടില്ലേ, ചെക്കിൽ വരുന്നതിൽ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ഭവാനി ടെക്സ്റ്റൈൽസിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഏകദേശം 4 നിലകളിൽ പടർന്ന് കിടക്കുന്ന ഒരു കടയാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഈ ഒരു ഫ്ലോറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആയിരക്കണക്കിന് ടോപ്പുകൾ കേട്ടോ, അതായത് കുർത്തീസ്, ടോപ്സിൻ്റെ ഒക്കെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ടോപ്പൊക്കെ എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്നത് 120 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗിൽ വരുന്നുണ്ട്. 120 രൂപ ടോപ്പാണ് അല്ലേ? 120 രൂപ മുതൽ തുടങ്ങുന്ന ടോപ്പുകളുണ്ട് നമുക്ക്. ഇതെല്ലാം നമുക്ക് വരുന്ന ഐറ്റങ്ങളാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന എന്ത് മെറ്റീരിയൽ ഇത്? റയോൺ ആണല്ലേ? റയോണിൽ പറയുന്ന പോലെ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ബട്ടൺസിന്റെ വർക്കും കാര്യങ്ങളും ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ മെറ്റീരിയലിൽ വരുന്നത് കോട്ടണിൽ വരുന്നതാണ്. കോട്ടൺ ആണ്, സീക്വൻസ് വരുന്നതാണ്. റയോണും കോട്ടണും തമ്മിൽ ഇതും സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ തന്നെ തുടങ്ങുന്ന ഐറ്റം അല്ലേ? റേറ്റിൽ തന്നെ വരുന്നുള്ളൂ. ഓക്കെ, ഇതും അടിപൊളി. 100 സംതിങ് രൂപയുടെ തുടങ്ങുന്നതാണ്. ഇതാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നമുക്ക് വന്നിട്ട് ഗ്ലാസിന്റെ ഡിസൈനിലുള്ള വർക്കും കാര്യങ്ങളാണ്. ഇവിടെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ കളർ വേരിയേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഐറ്റം ഏതാണ്? അത് അതിന്റെ ആ ഒരു ഇതിൽ വരുന്നത് തന്നെയാണ്. അതിന്റെ വെറൈറ്റികളാണ് ഈ കാണിക്കുന്നതല്ല കേട്ടോ. അതിന്റെ വെറൈറ്റികൾ. ഓക്കെ, ഇത് വേറെ ലെവലാണല്ലേ? ഇത് നല്ല എംബ്രോയിഡറി, അതുപോലെ തന്നെ ഗ്ലാസിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ കളർ വേരിയേഷൻ അല്ലേ? കളർ ചേഞ്ചുകൾ വരുന്നതാണ്. ഓക്കെ, അതെല്ലാം.
പിന്നെ അങ്ങനെ തന്നെ റയോണിൽ വരുന്നത് ഇതിൽ തന്നെയാണ് ഫ്ലയറുകൾ വരുന്നതാണ്. ഓ ഫ്ലെയർ കട്ടുള്ള അല്ലേ? ഇതെല്ലാം ഫ്ലയറിൽ വരുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഫ്ലെയർ ആണ് കുറച്ചും കൂടി ട്രെൻഡിങ് എന്ന് തോന്നുന്നു അല്ലേ? ഇത് നെക്സ്റ്റ് ലെവലാണോ അല്ലെങ്കിൽ ബിഗിനിങ് വില തന്നെ ഉള്ളതാണോ? ഇത് ബിഗിനിങ് തന്നെയുള്ളതാണ്. ബിഗിനിങ് തന്നെയുള്ളതാണ്. ഇവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഫ്ലെയറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ നോക്കിയാൽ സീക്വൻസിന്റെയും അതുപോലെ എംബ്രോയിഡറിയും ഡിസൈനും വരുന്നുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഐറ്റം ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണേ. അപ്പൊ ഇത്രയും സ്റ്റാർട്ടിംഗ് വിലയിൽ നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഈ ഒരു ഷോപ്പിലല്ലേ? ഈ വെറൈറ്റീസ് എല്ലാം സ്റ്റാർട്ടിംഗ് വിലയിൽ തന്നെ. എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ എങ്ങും ഇവരിപ്പോ ഈ പറയുന്ന പോലെ സൂരത്തിൽ പോയ പോലെ ഇത്രയും വെറൈറ്റീസ് സ്റ്റാർട്ടിംഗ് വിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. നോക്കിക്കേ, ഇതൊക്കെ നോക്കിക്കേ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് എംബ്രോയിഡറി ഉണ്ട്, പിന്നെ അതുപോലെ സീക്വൻസ് വർക്കും കൂടി വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ഫ്ലെയറിംഗ് കൂടി കൂടിയിട്ടുള്ളതാണ്. അതായത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന ഒരു മോഡലാണ്. പിന്നെ നെക്സ്റ്റ് ഈ ഐറ്റം ആണോ? അജ്രക്കാണ് അല്ലേ? ഗ്രീനിൽ വന്നിട്ടുള്ള അജ്രക്കാണ്. അതൊക്കെ ഡെയിലി യൂസിനൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങിക്കാൻ സാധ്യതയുള്ള ഐറ്റംസ് ആണ്. ലൈനിങ് ഉണ്ടോ ഇതിന്? ഓക്കെ, ഇതാണല്ലേ ലൈനിങ്, കോട്ടൺ ലൈനിങ് ആണല്ലേ? ഓ, ഇത് ഏത് സൈസസിൽ നമുക്ക് അവൈലബിൾ ഉണ്ട്? ഇത് നമുക്ക് എക്സൽ, ഡബിൾ എക്സൽ, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ സൈസിൽ വരും. ചില ഐറ്റത്തിലാകുമ്പോൾ നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റത്തിലാകുമ്പോൾ എം, എൽ, എക്സൽ, ഡബിൾ എക്സൽ വരും. ലാർജ് എക്സൽ, ഡബിൾ എക്സൽ വരും. ഇതെല്ലാം നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റത്തിൽ വരുന്നതിലായിരുന്നേ. ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണോ? അത് റയോണിൽ വരുന്നത്. അതും വില ഇതൊക്കെ തന്നെ വിലകളിൽ വരുന്നതാണ്. നല്ല അടിപൊളി കളർ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആയിട്ടുള്ള കളറാന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. വെരി വെരി ബ്യൂട്ടിഫുൾ. പിന്നെ അതുപോലെ തന്നെ ഇതും ആ ഒരു പ്രൈസിലൊക്കെ തന്നെ വരുന്ന അതിന്റെ ഇതിൽ തന്നെ റയോൺ തന്നെയാണ് അല്ലേ? റയോണിൽ വരുന്നതിന് എലൈൻ കട്ടിൽ വരുന്നതാണ്. എലൈൻ കട്ട് അല്ലേ? ഓക്കെ, എലൈൻ കട്ടിലുള്ള ഐറ്റം ആണ് കേട്ടോ. കണ്ട, നല്ല വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഒരു ഐറ്റം നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നല്ല സീക്വൻസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുണ്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ, പിന്നെ ഇത് കോളർ വെച്ചിട്ട് വരുന്നത് ഇത് അജ്രക്കാണ് അല്ലേ? അജ്രക്കല്ല, റയോണിൽ കോളർ നെക്ക് വരുന്ന ഐറ്റമാണ്. ഓ, റയോണിൽ ഓ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ഡെയിലി വർക്കിംഗ് വുമൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ്. ഇത് ഫുൾ ഓപ്പൺ പോലെയാണോ അല്ലെങ്കിൽ ഇത് ഡിസൈൻ മാത്രമാണോ? ഇങ്ങനെ ഫുൾ ഓപ്പൺ അല്ല. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റത്തിൽ വരുന്നതാണ്. ഇത് ഇങ്ങനത്തെ വർക്ക് വന്നിട്ടുള്ള സ്റ്റിച്ചഡ് ഐറ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ടല്ലേ? ഇത് മെറ്റീരിയൽ ഏതാണ്? ഇട്ടിട്ട് വന്നാൽ ജോർജറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ജോർജറ്റിന്റെ മെറ്റീരിയലാണ്. ഇത് നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റത്തിൽ വരുന്നത് തന്നെയാണ്. കോട്ടണിൽ വരുന്നത്. ഓ, കോട്ടണിലുള്ള സ്റ്റിച്ചഡ് ഐറ്റം. ഫ്ലീറ്റ് പുറകിൽ ഫ്ലീറ്റ് ഇല്ലാതെ. ഓക്കെ, ഇതൊക്കെ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഇടാൻ പറ്റിയ ഐറ്റം. സൈസുകൾ എം, എൽ, എക്സൽ, മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ ആണല്ലേ? എല്ലാ സൈസസിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഐറ്റം ഏതാണ്? അതുപോലെ നമ്മൾ അജ്രക്കിൽ ചെയ്യുന്നതാണ് വർക്ക് ചെയ്യുന്നത്. ഇതും നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഓ, ഓൺ പ്രൊഡക്ഷൻ ആണ്. അതിന്റെ കളേഴ്സുകളായിരുന്നു. കളർ വേരിയേഷൻസ് ആണ് അല്ലേ? കളർ വേരിയേഷൻ. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ഒരു സെറ്റ് ആയിരിക്കും. സെറ്റ് ആയിരിക്കും അല്ലേ? സെറ്റിലായിരിക്കും ടോപ്പുകൾ സെറ്റ് ആയിട്ട് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അതിൽ ആ ഒരു ഇതിലാണ് വരുന്നത്. അതിങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ചില ഐറ്റത്തിൽ മാത്രം ഒരു സൈസിന്റെ മാത്രം ഉണ്ടാവും. അതായത് ഒരു എക്സൽ ആണെന്നുണ്ടെങ്കിൽ 4 എക്സൽ ആയിരിക്കും. അപ്പൊ അതിൽ 4 കളേഴ്സ് വരും. ഇത് നമ്മുടെ കേട്ടോ, ഇതൊക്കെ എല്ലാം നമ്മുടെ സ്റ്റിച്ച്. ഇത് എന്ത് മെറ്റീരിയൽ ഇത്? ഇത് നെറ്റിൽ വരുന്നത്. ഓ, നെറ്റ് ആണല്ലേ? ഓ, എനിക്ക് തോന്നിയത് കണ്ടപ്പോ നെറ്റ് പോലെ ഉണ്ട് കേട്ടോ. എന്റെ അടിയില് നെറ്റിന്റെ അടിയിൽ ഒരു ബ്ലാക്ക് ലൈനിങ് പോലെ ഒരു വന്നിട്ടുണ്ട്. ആക്ച്വലി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ ഇണങ്ങുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫുള്ളി സീക്വൻസ് വന്നിട്ടുള്ള വർക്കാണ് അല്ലേ? ത്രെഡ് വർക്കും സീക്വൻസും ഉള്ളതാണ്. നെറ്റിലാണ് നമുക്ക് കൈയൊക്കെ നമുക്ക് നെറ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഐറ്റം നമുക്ക് വിചിത്രയിൽ വരുന്നത്. വിചിത്ര സിൽക്ക് വിചിത്രയിൽ വരുന്നതാണ് ഇതെല്ലാം വരുന്നത്. ഒരു സെമി പാർട്ടി വെയർ പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? സെമി പാർട്ടി വെയർ പോലത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ലൊരു മെറ്റീരിയൽ വരുന്ന ഐറ്റം ആണ്. ഇത് നെറ്റ് കോട്ടയിൽ വരുന്നതാണ്. ഓ, നെറ്റ് കോട്ട ആ ഒരു മെറ്റീരിയലാണ്. ഓ, നെറ്റ് കോട്ട അല്ലേ? ആ മെറ്റീരിയലാണ്. ഓക്കെ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ അല്ലേ? ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ചിലായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കൊരു 300 അതിൽ ബിലോയിൽ കിട്ടും. നമുക്ക് ടിഷ്യൂ മെറ്റീരിയൽ ടിഷ്യൂല് വരുന്നതിൽ വർക്ക് വരുന്നത്. വർക്ക് വന്നിട്ടുള്ളതാണ് പ്രിന്റഡ് ടിഷ്യൂ. നമ്മൾ സ്ലിറ്റ് ആണ് ഉള്ളത്. സൈഡ് സ്ലിറ്റ്. പിന്നെ ഇത് സ്ലബിൽ വരുന്നത്. ഇതിന്റെ തന്നെ പല വെറൈറ്റികളായിട്ടുള്ളതുണ്ട്. നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത് അതെല്ലാം അങ്ങനെ വെറൈറ്റി ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ
ഇഷ്ടംപോലെ ഐറ്റംസ് വെറൈറ്റീസ് അവരിവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പല പല കളർ ടോൺസിൽ സംഭവമുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇത് നമുക്ക് ജോർജറ്റില് വർക്ക് വരുന്നത്. ജോർജറ്റ് അല്ലേ? നേരത്തെ നമ്മൾ കണ്ടില്ലേ നെറ്റ് കോട്ടയില്ലേ, അതിൽ തന്നെ വരുന്നതില് ഫ്രണ്ടില് മാത്രം ഫ്ലീറ്റ് വന്നിട്ടുള്ള വേറെ ലെവൽ ഐറ്റം കേട്ടോ. നല്ല സൂപ്പർ കളർ, ലൈറ്റ് ബ്ലൂവിന്റെ ഒരു വൈറ്റും ലൈറ്റ് ബ്ലൂവും കൂടി വന്നപ്പോൾ വേറെ ലെവൽ ലുക്കാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ് പാനൽ കട്ടിൽ വരുന്നതാണ്. ഇത് ജോർജറ്റില് പാനൽ കട്ട് വരുന്നതാണ്. വേണ്ടില്ലേ? ഇങ്ങനെ ഈ ഒരു ബ്രോഡായിട്ട് വരുന്നതാണ് അല്ലേ പാനൽ കട്ട് നമ്മൾ പറയുന്നത്? പാനൽ കട്ടിൽ വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇതില് സാധാ ഫ്ലെയർ അല്ലേ? സാധാ ഫ്ലെയറിൽ വരുന്നത്. ഫ്ലെയർ ഐറ്റം അല്ലേ? ഫ്ലെയർ ഐറ്റം. ഇതെല്ലാം നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഫ്ലീറ്റിൽ തന്നെ വന്നിട്ടുള്ളത്. കൈക്ക് പഫ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നെക്കിന്റെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും വേറൊരു രീതിയിലാണ് വീനൊക്കെ പോലെ വന്നിട്ടുള്ളത്, പൈപ്പിങ്ങോട് കൂടിയിട്ട്. പിന്നെ വുഡൻ ബട്ടൺസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നമുക്ക് പറയാൻ സാധിക്കട്ടോ. വെരി ബ്യൂട്ടിഫുൾ ഡിസൈൻ. അപ്പൊ നെക്സ്റ്റ് ഐറ്റം ഏതാണ്? ലെയർ ലെയർ ആയിട്ട് വരുന്നത്. തട്ട് 3 തട്ടായിട്ട് കിടക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ പഫി ആയിട്ടുള്ള കൈകളൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പഫ് സ്ലീവ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് ഇവരുടെ വിൽപ്പന നടത്തുന്നത് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം ഫ്ലയറിൽ വരുന്നത്. ഫ്ലെയർ തന്നെ അല്ലേ? ഇത് നല്ല തുണിയാണല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. എന്ത് നല്ല മെറ്റീരിയൽ ആണ്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാച്ചായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ. ഇത് പറഞ്ഞ പോലെ ഒരു പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇത് പാനൽ കട്ടന്റെ വേറൊരു ഇത് പ്യുവർ കോട്ടൺ ആണ് അല്ലേ? പ്രിന്റഡ് കോട്ടൺ. ലൈനിങ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ലൈനിങ് ഉണ്ട്. ഓക്കെ. പിന്നെ അടിയില് ഒരു ബോർഡർ ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പാനൽ കട്ടില് വന്നില്ല. പിന്നെ അജരക്കിലേക്ക് വരുന്നതിന്റെ നമ്മള് സാധാ സ്ലിറ്റിന് വരുന്നത് കോട്ടൺ അല്ലേ? കോട്ടന്റെ ഒത്തിരി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള അതിന്റെ കളേഴ്സുകളായിരുന്നു ഈ ഒരു ഐറ്റം. ഇത് കംപ്ലീറ്റും കോട്ടന്റെ കളക്ഷൻസ് ആണല്ലേ? ഓക്കെ, ഇത് മുഴുവൻ നമ്മൾ കാണാൻ നിന്ന് കഴിഞ്ഞുണ്ടല്ലോ, ഭയങ്കരമായിട്ട് വീഡിയോയുടെ ലെങ്ത് നമുക്ക് അത്രയും നമുക്ക് കയറി പോകും. എല്ലാം കോട്ടണില് വരുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നതില് ഇത് വെറൈറ്റി ആണല്ലേ? ഇത് കോളർ നെക്ക്. എനിക്ക് തോന്നുന്നു കോളർ നെക്കിന് മാത്രമായിട്ട് ഒരുപാട് ആൾക്കാർ കോളർ നെക്ക് സ്പെഷ്യൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ? ഒത്തിരി പേര് ജോർജറ്റില് വന്നിട്ടുള്ള കോളർ നെക്ക് ആണ് കേട്ടോ. അതുപോലെ ഇവിടെ നല്ല ഇതിപ്പോ ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് ഇവിടെ ലൈറ്റ് ആയിട്ടുള്ള ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് വേറെ ലെവലായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനിപ്പോ ഒരു വൈറ്റ് ആയിട്ടുള്ള നെറ്റിന്റെ ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? അതുപോലെ തന്നെ ഇതെന്താണ്? കോളർ നെക്ക് വന്നിട്ടുള്ളത്. ഇതെന്ത് മെറ്റീരിയൽ? ഇത് സാറ്റിൻ അല്ലേ? നല്ല എനിക്ക് തോന്നുന്നു ഗൗണൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, ആ ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണിത്. ഗൗണൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു എന്താ പറയാ, ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇവിടെ ഡിസൈൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും കേട്ടോ. ഈ ബൊട്ടീക്ക് പോലെയുള്ള സംഭവമല്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വെരി ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് ഏതാണ്? അതിൽ തന്നെ വരുന്നതാണ് കോളർ നെക്കിൽ വരുന്നത്. കോളർ നെക്കിന്റെ വെറൈറ്റികളാണ് നമ്മൾ കാണിക്കുന്നത്. ചേച്ചി, ഈ സാറ്റിന്റെ കളർ വേരിയേഷൻസ് വേറെ അവൈലബിൾ ആണോ? നിങ്ങൾ ഈ ഒരു കളറിൽ മാത്രമാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ അപ്പൊ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഓക്കെ. ഹോം ബൊട്ടിക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ പല പല കളേഴ്സ് അതിന്റെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി ചെയ്താൽ വേറെ ലെവലായിരിക്കും അത്. അപ്പൊ നെക്സ്റ്റ് ഏതാണ് ചേച്ചി കോളറിന്റെ? കോളറിന് വരുന്നത് അജ്രക്കിന്റെ പ്രിന്റില് അജ്രക്കിന്റെ കോളർ അല്ലേ? ചെറിയ ഫ്ലീറ്റ് ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അജ്രക്കൊക്കെ ഇപ്പോ കറന്റ്ലി ഇപ്പൊ ഏറ്റവും അധികം ട്രെൻഡിങ് അജ്രക്കാണ് അല്ലേ? ഇതും അജ്രക്ക് തന്നെയാണ്. കാറ്റലോഗ് കളക്ഷൻസ് ആണല്ലേ നമ്മുടെ കയ്യിൽ കൂടുതലുള്ള? ഇതെല്ലാം അജ്രക്കാണ്. ഓക്കെ. ഫീഡിംഗ് കുർത്തീസ്. നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷൻ, അതായത് ഇവിടെ ഇൻഹൗസ് പ്രൊഡക്ഷനിൽ ചെയ്യുന്ന ഒരു ടോപ്പാണെന്ന് പറയാൻ സാധിക്കും. ഫീഡിംഗ് കുർത്തിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഫീഡിംഗ് കുർത്തിയുടെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അത് യൂസ് ചെയ്യാം. ഇതെന്താണ്? അത് ഫീഡിംഗ് കുർത്തിയാണ്. ഇത് ഫീഡിംഗ് കുർത്തി തന്നെ അല്ലേ? ഫീഡിംഗ് കുർത്തിയുടെ മറ്റൊരു മോഡൽ. അപ്പോൾ ഈ ഫീഡിംഗ് കുർത്തിയൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് എത്രയാണ്? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ആക്ച്വലി എല്ലാം പറയുവാണെങ്കിൽ ഒരു 300-500 താഴെയാണ് എല്ലാം നമുക്ക് വരുന്നത് അല്ലേ? നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡിംഗ് കുർത്തീസിൽ ഇത്രയും ഡിസൈൻസ് വളരെ വിരളമായിട്ട് മാത്രമാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. നോക്കിയേ, നമ്മുടെ ഈ ഒരു ഭവാനിയിൽ ഫീഡിംഗ് കുർത്തീസിൻ്റെ തന്നെ എന്താ പറയാ, ഒരുപാട് 100 കണക്കിന് ഡിസൈൻസ് അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വളരെ യുണീക്ക് ആയിട്ടുള്ള നമുക്ക് ഫീഡിംഗ് കുർത്തിയിൽ തന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ
യൂസ് ചെയ്യാൻ പറ്റിയ. പുറത്തേക്കൊക്കെ ഇതാക്കുമ്പോൾ ഇടുന്നത്. ഓക്കെ, അതായത് നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈനിൽ വന്നിട്ടുള്ള ഫീഡിംഗ് കുർത്തിയാണ് കേട്ടോ. നോക്കിയാൽ ഫീഡിംഗ് കുർത്തീസിന് തന്നെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഷോപ്പ് നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതൊക്കെ നല്ല ബിഗ് സൈസിൽ വരുന്നതാണ്. ബിഗ് സൈസ് അതിൽ 46, 48, 50. ഓ എക്സൽ. ഇതൊക്കെ നമ്മുടെ സ്റ്റിച്ചഡ് ഐറ്റമാണ്. ഇതിന്റെ തന്നെ നമ്മുടെ വരുന്ന ഐറ്റങ്ങളും ഉണ്ട്. 46, 48, 50 ബിഗ് സൈസിൽ വരുന്നുണ്ട്. എത്ര വണ്ണമുള്ള ആളുകൾക്കും നമുക്ക് എത്ര സൈസുള്ള ആളുകൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. എല്ലാം നമ്മുടെ ഓൺ ആണല്ലേ? ഓൺ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം. അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ്, നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ബിഗ് സൈസിൽ വന്നിട്ടുള്ള മറ്റൊരു ഡിസൈനാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നല്ലൊരു മോഡലാണ്. ഇത് എന്തെങ്കിലും ഈ ഒരു മോഡലിന് എന്തെങ്കിലും പേരുണ്ടോ? ഇത് നമുക്ക് റയോണിൽ വന്നിട്ടുള്ളതാണ്. കോട്ടണിൽ വരുന്നത് 3XL, 4XL, 5XL വരുന്ന ബിഗ് സൈസിൽ വരുന്ന കുർത്തിയാണ്. ഇതെല്ലാം അതന്നെ അങ്ങനത്തെ. ഈ കളക്ഷൻ കംപ്ലീറ്റ് നമുക്ക് ബിഗ് സൈസിൽ വരുന്ന കുർത്തീസ് ആണ് അല്ലേ? അതിന്റെ പല പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ, പാറ്റേൺസ്, പ്രിന്റ്സ്, കാര്യങ്ങൾ എല്ലാം നമുക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഇനി നമ്മൾ ജീൻസിന്റെ ടോപ്പുകളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ക്രോപ്പ് ടോപ്പ് ഇല്ലേ? ക്രോപ്പ് ടോപ്പ് കാറ്റഗറി പെട്ടാണ്. ഇവിടെ ഇങ്ങനെ ഈ നോറി കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഫ്ലീറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് ആ ഒരു ഐറ്റം കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം. അതുപോലെ നെക്സ്റ്റ് ഏത് ഐറ്റം ആണ്? ഓക്കെ ഓക്കെ ഓക്കെ, സാധാ അല്ലേ? നോർമൽ ലെങ്ത്തിൽ വരുന്ന ഷർട്ട് അല്ലേ? ഇത് എന്ത് മെറ്റീരിയൽ? ഇത് റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. 3/4 ആയിട്ടുള്ള സ്ലീവ് ഒക്കെ ഉള്ള ഐറ്റം ആണ്. അതുപോലെ ഷിഫോണിൽ വന്നിട്ടുള്ള അല്ലേ? ഓക്കെ, ഷിഫോണിൽ വന്നിട്ടുള്ള സ്കേർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഷോർട്ട് ടോപ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഓക്കെ, ഇത് ബലൂൺ ടോപ്പ് അല്ലേ? എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ അല്ലേ? ഇപ്പോഴത്തെ ഒരു ബാഗി ജീൻസും അതുപോലെ കാർഗോ പാൻസ് ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെ ഇത് മാച്ചായി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൾക്കാർ നിങ്ങൾ കടയിൽ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ ഇത് വിറ്റഴിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓക്കെ ഓക്കെ, ഷിഫോണിൽ വരുന്ന നോർമൽ ടോപ്പാണ്. ഷർട്ട് ടൈപ്പ് ജീൻസിന്റെ ക്രോപ്പ് ടോപ്പ് അല്ലേ? ഇവിടെ അങ്ങോട്ട് ഒരു ക്രോപ്പ് ടോപ്സിന്റെ കളക്ഷൻസ് ആണല്ലേ? ഒത്തിരി കളക്ഷൻസ്. നോക്കിയാൽ നല്ല വെറൈറ്റി ആയിട്ടോ, വൈറ്റില് നല്ല വയലറ്റ് കളറൊക്കെ വരുന്ന ഐറ്റം. അതുപോലെ തന്നെ ഇതാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ കളറാന്ന് പറയാൻ സാധിക്കും. ഇതെന്താണ്? ഓക്കെ ഓക്കെ, ഓവർകോട്ടിന് കുറച്ചും കൂടി പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു മോഡലാണല്ലേ? ടീനേജേഴ്സിന് ഇടാൻ പറ്റിയ ഒരു മോഡലാണെന്ന് പറയാൻ സാധിക്കും. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. അറ്റാച്ച് ചെയ്ത് വരുന്ന ഐറ്റമാണ്. സെപ്പറേറ്റ് അല്ല, ഓഹോ, അതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ വരുമ്പോ നീ ലെങ്തിലുള്ള അല്ലേ? അതായത് ഒരു പാട്ടിയാല ടൈപ്പ് ലെങ്ത് ഒക്കെ ഉള്ളത്. എല്ലാ കളക്ഷൻസ് ആണ് അല്ലേ? പക്ഷെ ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ വൈറ്റിൽ ഈ പറയുന്ന പോലെ നെറ്റിന്റെ ടൈപ്പുള്ള ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും. നീ ലെങ്തിൽ വരുന്നതാണ് അല്ലേ? ഓക്കെ, ഇതും നീ ലെങ്ത് തന്നെയാണ് അല്ലേ? ഓ, ഇത് റിങ്കിൾ റയോണിലുള്ള ഐറ്റം ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ഈ ചെസ്റ്റ് പോർഷനിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഐറ്റം ആണ്. ഓ, ഇത് ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ്. ഇതും ടീനേജേഴ്സിന് യൂസ് ചെയ്യുന്ന. ഓ, ഇത് ബട്ടർഫ്ലൈ ആയിട്ടുള്ള സ്ലീവ് ആണ് അല്ലേ? ബട്ടർഫ്ലൈ സ്ലീവ് ആണ്. അതുപോലെ ഇവിടെ ഒരു ബെൽറ്റും നോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഡെനിമിന്റെ വരുന്നത്. ഓ, ഡെനിം ടൈപ്പ് അല്ലേ? ഇതൊരു ഓയിൽ ടൈപ്പ് മെറ്റീരിയൽ ആണല്ലേ? ഒരു ഓയിൽ അല്ല, ഡെനിമിന്റെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബെൽറ്റ് വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഇത്രയും ലെങ്ത് ആണ് അതിന് വരുന്നത് കേട്ടോ. ഓ, ഇത് പ്യൂർ ഡെനിം ടൈപ്പ് അല്ലേ? ചെറിയൊരു എംബ്രോയിഡറി വർക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ നമുക്ക് ഷോർട്ടും വരുന്നുണ്ട്, ലെങ്ത് കൂടി. ഇത് ലെങ്ത് ഉള്ളതാണ്, കുർത്തി ടൈപ്പിൽ വരുന്നത്. ഓക്കെ, ഇതും ഡെനിമിന്റെ തന്നെയാണ്. ഓ, ഡെനിമിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ? എംബ്രോയിഡറി സീക്വൻസും എല്ലാം കൂടി വന്നിട്ടുള്ള ഐറ്റം ആണ്. ഇതും കൊള്ളാട്ടോ, ഇതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പറയാൻ സാധിക്കും. ഇതൊരു ഡാംഗ്രി ടൈപ്പ് അല്ലേ? ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ.
2 പീസ് പോലെയുള്ള ഒരു ഐറ്റമാണ്. കണ്ടോ, വ്യത്യസ്തമായിട്ടുള്ള ടോപ്പാന്ന് പറയാൻ സാധിക്കും. റോംബർ ടൈപ്പാണ്. ടീനേജേഴ്സിനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണത്. ഫ്ലെയർ ടോപ്സ്. ഓക്കെ, ഫ്ലെയർ ടോപ്സിന്റെ ഈ ഒരു ടൈപ്പിന്റെ പല പല കളക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു പ്രത്യേക ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഇത് എന്ത് മെറ്റീരിയൽ ഇത് അല്ലേ? മൊഡാൾ സിൽക്ക് പോലത്തെ. ഓക്കെ, ഇവിടെ ഫ്ലീറ്റ് അതുപോലെ തന്നെ ബീഡ്സിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ. ഒത്തിരി കളേഴ്സ് ഉണ്ട്. അതെ അതെ, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇത് ട്രെൻഡിങ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന്റെ തന്നെ കണ്ടോ, ചെറിയ ഫ്ലോറൽ ഡിസൈൻ ഉള്ള ഐറ്റംസ് ആണ് ഈ കാണുന്നത്. എല്ലാത്തിനും കോമൺ ആയിട്ടൊരു സംഭവം ഉണ്ട്. എല്ലാം ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതിന്റെ കളർ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഇതും അതിന്റെ തന്നെ ഒരു ടൈപ്പ് ഓഫ് വകഭേദം തന്നെയാണ് അല്ലേ? വേറെ വകഭേദം തന്നെയാണ്. ഇവിടെ കുറച്ച് ഇവിടെ ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ. ഇത് കൊള്ളാലോ, വീക്കട്ടാ. ഓക്കെ, ഇത് വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ മൊഡാൾ സിൽക്കിന്റെ ഒരു വകഭേദമാണ് കണ്ടോ. അതിന്റെ ഒരുപാട് ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പല പല ഡിസൈൻസ് ഉണ്ട് ഈ ഒരു മോഡൽ ആണെങ്കിലും. ഇതിന്റെയൊക്കെ ഗുണം ഇത് XL സൈസിൽ വരുന്ന ഐറ്റമാണ് അല്ലേ? ഇത് ആക്ച്വലി എത്ര സൈസ് ഉള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കട്ടെ. ഈ പ്രഗ്നന്റ് വുമൻസിനൊക്കെ പ്രത്യേകിച്ചും നമ്മൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ തേടി വന്ന് വാങ്ങിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ നെക്സ്റ്റ് ഐറ്റം ഏതാണ്? ഓ, റിങ്കിൾ അല്ലേ? ഓക്കെ, ഓ വിത്ത് ഓവർകോട്ട്. ഇതൊരു പാർട്ടി വെയർ ഐറ്റം ആണ്, സെലിബ്രേഷൻ വെയർ ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ കണ്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോഴും ഓക്കെ, നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൊട്ടീക് ഡിസൈൻ പോലെ ഇവിടെ ലേസ് ഒക്കെ വെച്ചിട്ട്, ലേസിന്റെ ഇവിടെ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഗ്ലിറ്റർ ചെയ്യുവാണ് അങ്ങോട്ട്. അതുപോലെ തന്നെ സെലിബ്രേഷൻ വെയർ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള എന്താ പറയുക ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു മോഡലിനൊക്കെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടല്ലേ? ഓക്കെ, അതായത് ഒരു ഷോപ്പ് കീപ്പർ, ഒരു ചെറിയൊരു ഷോപ്പ് കീപ്പർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഷോപ്പ് നിറച്ചിട്ട് പോവാം അല്ലേ? ഓക്കെ, അവൈലബിൾ ആണ്. പിന്നെ ഇതെന്താ ചേച്ചി, ഇത് വേറെ വെറൈറ്റി ആണോ? ത്രീ പീസിന്റെ സെറ്റ് ആണ് അല്ലേ? ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ ഒരു വകഭേദത്തിൽ പെട്ട ഐറ്റം ആണ് കേട്ടോ. ഓക്കെ, ഇതൊരു പാകിസ്ഥാനി ഡിസൈൻ ടൈപ്പ് ആണ് അല്ലേ? പക്ഷെ ഇപ്പോൾ ടോപ്പുകളുടെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഗൗണിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോപ്പുകൾ ഇത്രയും കൊണ്ട് തീരുന്നില്ല കേട്ടോ. 100 കണക്കിന് ഡിസൈൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയ ഐറ്റംസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ കാണുന്നത് ഗൗണുകളാണ് കേട്ടോ. ഗൗണുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഗൗണിൻ്റെ കളക്ഷൻസ് ഉണ്ട് കണ്ടോ. നല്ല ഫ്ലെയറിംഗ് ഉള്ള ഒരുപാട് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള ലെയറുകളുള്ള ഗൗണുകളാണ്. ഗൗണൊക്കെ എന്ത് പ്രൈസിലാണ് ചേച്ചി സ്റ്റാർട്ട് ചെയ്യുന്നത്? 500 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു ഗൗണാണ്. ഈ ഗൗണ് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കണ്ടോ. പല പല ലെയറിംഗ് ഡിസൈനാ അല്ലേ? ഈ ഗൗണും ഈ ഒരു ഷേപ്പിലും സൈസിലും വന്നിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഗൗൺ വിത്ത് ദുപ്പട്ട. ഓ, ഗൗൺ വിത്ത് ദൂപ്പട്ട അല്ലേ? ദൂപ്പട്ട ഉള്ള ഗൗണാണ് കേട്ടോ. ഓക്കെ, ഓ ഇതൊക്കെ വേറെ ലെവൽ ഐറ്റം ആണല്ലേ? ഇതൊക്കെ പക്ക ഈ പറയുന്ന പോലെ സെലിബ്രേഷൻ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മാരേജ് ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഷോപ്പിൽ മേടിച്ച് വെക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകൾ വാങ്ങിക്കൊണ്ടു പോകും. ഓ, ഇത് ഈ ഒരു മോഡൽ അല്ലേ? ഇതെന്ത് മെറ്റീരിയൽ ഇത്? ജോർജറ്റിൽ തന്നെ വരുന്നതാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ എനിക്ക് ജോർജറ്റിന്റെ ഗ്രീന് ട്രെൻഡിങ് ആണ് അല്ലേ? ഭയങ്കരമായിട്ട് അല്ലേ? എപ്പോഴും ട്രെൻഡിങ്, അതായത് 365 ഡേയ്സും ട്രെൻഡിങ് ആവുന്ന ഒരു ഐറ്റം ആണ് ജോർജറ്റ്. ജോർജറ്റിന്റെ ഒരു മെറ്റീരിയൽ ആണ് ഇതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓ, ഇതും നെക്സ്റ്റ് ഒരു പാർട്ടി വെയർ ലെവലിലുള്ള ഗൗണാണ്. വിത്ത് ബെൽറ്റ് ആണ് ഇത് വരുന്നത് കണ്ടോ. ഇവിടെ കുറച്ച് എംബ്രോയിഡറി പോലെയുള്ള ലെയർഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഗ്രീനിൽ വന്നിട്ടുള്ള ഐറ്റം ആണ്. വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനെ പാറിപ്പറന്ന് ഇരിക്കുന്ന ഒരു കൈയാണെന്ന്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ലൊരു ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ, നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. ഇവിടെ ഒരു പെൻഡൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സീക്വൻസ് കാര്യങ്ങൾ വരുന്നത്. ഷോൾ അറ്റാച്ച്ഡ് ആണ് അല്ലേ? ഓക്കെ, കണ്ടോ, സൂപ്പർ ഐറ്റം.
അതിനുള്ള വരുന്ന ഷോളാണ്. സൂപ്പർ. ഷോൾ നല്ല കട്ടിയുള്ള ഷോളാണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് നമ്മൾ 2 പീസിന്റെ സെക്ഷൻ ആണ് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഇവരുടെ ഇൻഹൗസ് പ്രൊഡക്ഷനിലുള്ള ഐറ്റം ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ചേച്ചി അത്? 2 പീസിൽ വരുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ. എല്ലാം നമ്മുടെ തന്നെ ഐറ്റംസ് ആണ് അല്ലേ. വെറൈറ്റി ആയിട്ട് കേട്ടോ. നല്ലൊരു കിഡിലൻ കോൺട്രാസ്റ്റ് ആണ് നമുക്ക് അല്ലേ. രസമുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും അല്ലേ. അതുപോലെ തന്നെ കേരളത്തിലെ ഏത് സ്ഥലത്തുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. വാവ്, വെരി ബ്യൂട്ടിഫുൾ. നല്ല മനോഹരമായിട്ടുള്ള ഒരു കളർ കേട്ടോ. നല്ല ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാണ് ഈ കളർ കണ്ടിട്ട്. പിന്നെ കോളറിൽ കോളറിൽ ഇത് ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഈ കളർ കോമ്പിനേഷൻ വേറെ ലെവലാണ് കേട്ടോ. അതായത് നല്ല സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ഭയങ്കര ഗസറ്റഡ് റാങ്കില് ഓഫീസറിലൊക്കെ ആയിട്ട് ഇരിക്കുന്ന അല്ലെ ലേഡീസ് യൂസ് ചെയ്യുന്ന ഒരു കളർ. ഇതാണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. ലാസ്റ്റ് ചെയ്യും അല്ലേ. ഈ പറഞ്ഞ കളർ നല്ല രീതിയിൽ നിൽക്കും. ആ ഒരു ക്ലോത്തിന്റെ മെറ്റീരിയൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഇതോ പിന്നെ ഇതില് ഓക്കെ, ഈ ഒരു ടൈപ്പ് ആണ് അല്ലേ. ഇത് 2 പീസിന്റെ അല്ലേ. ഓക്കെ, നല്ല ഫോയിൽ പ്രിന്റിംഗ് ആണല്ലേ. ഇത് ഫോയിൽ പ്രിന്റിംഗിൽ തന്നെയാണ്. റേറ്റ് കുറവാ. വാവ്, ഫോയിൽ പ്രിന്റിന്റെ മറ്റൊരു കളർ ടോൺ. ഇതെല്ലാം ഏകദേശം ഒറ്റൊരു പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതിൽ കുറച്ച് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വർക്ക് കൂടുതൽ വരുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവരോട് വിൽപ്പന നടത്തുന്നത്. അതാണ് അതെ, തീർച്ചയായിട്ടും. നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിൽ എറണാകുളം വസ്ത്ര മാർക്കറ്റിൽ തന്നെയാണ് നമ്മുടെ ഒരു ഭവാനി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 3 പീസ് കാണാം. കാണാം. ഇതാണ് ഇൻഹൗസ് പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ഭവാനി ടെക്സ്റ്റൈൽസിന്റെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ 3 പീസ് ആണ്. ഇതാണ് ബോട്ടം വരുന്നത്. ഷോളും കൂടി വരും. പ്യൂർ കോട്ടണിലാണ്. ഓക്കെ, ഇതും അതിന്റെ നെക്സ്റ്റ് മോഡലാണ്. അതായത് ഒരു ഹാഷില്. ഓക്കെ ഓക്കെ, നല്ല ബ്ലൂവും വൈറ്റും കൂടി വന്നിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. ബോട്ടം കണ്ടോ, ഇതുപോലെയുള്ള ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഷോൾ ആണെങ്കിലും ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ്. അതുപോലെ നെക്സ്റ്റ് 3 പീസിൽ നമുക്ക് വന്നിട്ടുള്ള റോസ് കളറാണ് അല്ലേ. നെക്സ്റ്റ് 3 പീസിൽ നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ, നല്ല റോസിൽ വന്നിട്ടുള്ള ഫോയിൽ പ്രിന്റിംഗ് ഉള്ള, അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു ബോട്ടം ഇതാണല്ലേ വരുന്നത്. ഓക്കെ, ഷോൾ ഇതാണ് നമുക്ക് വരുന്നത്. ഗ്രീൻ ആണ് അല്ലേ. ഓക്കെ, ഗ്രീൻ കളറിലാണ് നമുക്ക്. ഗ്രീൻ ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ബോട്ടം ഇതാണ്. പിന്നെ അടുത്തതായിട്ട് ഇങ്ങനത്തെ. ഓക്കെ, ഇതും കോട്ടൺ ആണല്ലേ. എന്ത് മെറ്റീരിയൽ ഇത്? കോട്ടൺ ആണ്. കോട്ടണിൽ ഫോയിൽ പ്രിന്റിംഗ് വന്നിട്ടുള്ള മറ്റൊരു ഡിസൈൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇതിന്റെ ഷോൾ ഇതാണല്ലേ. ഓക്കെ, ഷോളൊക്കെ നല്ല അടിപൊളി 3 പീസിൽ ലഭിക്കുന്ന ഷോൾ എന്ന് പറയുന്നത് വേറെ ലെവൽ ഷോളാണ് കേട്ടോ. കണ്ടോ, നല്ല ഗോൾഡൻ ഗ്ലിറ്ററിംഗ് ഒക്കെ ഉള്ള ലെങ്ത് ഉള്ള ഷോളാണ്. കംപ്ലൈന്റ് വരത്തില്ല. ഓക്കെ, അജ്രക്കില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതിന്റെ പാൻസ് ആണല്ലേ വരുന്നത്. ബോട്ടം പാൻസ് ആണ് വരുന്നത്. ഷോൾ ആണെങ്കിൽ ഒരു റെഡില് അജ്രക്കിന്റെ ഡിസൈനാണ് വരുന്നത്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആവുന്ന ഒരു എന്താ പറയാ ഒരു കോമ്പിനേഷൻ ആണ്, ഒരു കോംബോ ആണെന്ന് പറയാൻ സാധിക്കും. അജ്രക്കിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ. അമ്പോ, ഷിഫോണില് വീനക്ക്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു പാകിസ്ഥാനി ഡിസൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു വീനക്ക് ബ്രോഡായിട്ട് വന്നിട്ടാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ബോട്ടം നമുക്ക് വരുന്നത്. പാർട്ടി വെയർ ഐറ്റം ആണ്. ആക്ച്വലി ബേസിക്കലി പറയുവാണെങ്കിൽ ഇതൊരു പാർട്ടി വെയർ ഐറ്റം ആണ്. കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഷോള് കുറച്ചും കൂടി ഒരു ഹെവി ഷോൾ യൂസ് ചെയ്ത പക്ക അടിപൊളി പീസാണ്. ഓക്കെ, ഷോളിലും വർക്ക് ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ സീക്വൻസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഷിഫോണിൽ ചെയ്തിട്ടുള്ള മറ്റൊരു ഐറ്റം ആണ്. വീനക്ക് വന്നിട്ടുള്ളതാണ്. അമ്പോ, ഇതും നല്ല സിൽവർ ആയിട്ടുള്ള ത്രെഡും കൊണ്ടാണ് എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള. ബോട്ടം ആണല്ലേ ഈ കാണുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് ഐറ്റം ഇതാണ്. ഫ്ലോറൽ ഡിസൈൻ അല്ലേ. ഓക്കെ, ഇവിടെ ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു താഴത്തും അതുപോലെ
കയ്യിലും ലേസ് വർക്ക് വരുന്നുണ്ട്, ഇവിടെ എംബ്രോയിഡറി വരുന്നുണ്ട്. വരുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിൽ ചെയ്തിട്ടുള്ള. പിന്നെ ഇതൊരു ഇത് മറ്റൊരു ഡിസൈൻ ആണ്. ഇത് അംബർലയിൽ വരുന്നത്. ഓ, അംബ്രല ഡിസൈൻ ആണ് അല്ലേ? ഒന്ന് വൃത്തിയിട്ടൊന്ന് കാണിച്ചു. അപ്പോൾ അംബർലയിൽ വന്നു കഴിയുമ്പോൾ ഇത് അംബ്രല ഡിസൈൻ ആണ് കേട്ടോ. കണ്ടോ, നല്ല എന്താ പറയാ, നല്ല വിട്ടൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ്. ചുമ്മാ ശുഷ്കിച്ച ഒരു ഡ്രസ് അല്ല. ഓ, പാൻസ് ഇതാണ്. ഓക്കെ, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ബീഡിങ്ങിൽ ഇതുപോലെ ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഡിസൈൻ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പച്ച, എന്താ പറയുക, ഗ്രീൻ കളർ. ഇത് പാർട്ടി വെയർ ആണോ? ഇത് പാർട്ടി വെയർ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരു സിൽക്ക് മെറ്റീരിയൽ, നല്ല സിൽക്ക് മെറ്റീരിയൽ, സിൽക്ക് ആണല്ലേ? സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ. റിച്ച് ആയിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ബോട്ടമിൽ തുടങ്ങി കണ്ടോ, ഇത്രയും വലിയൊരു വർക്ക്. അതുപോലെ ബോഡി ഫുൾ എംബ്രോയിഡറി, അതുപോലെ ചെസ്റ്റ് പോർഷൻ, നെക്ക് പോർഷൻ ഒക്കെ നമുക്ക് എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് 3 പീസ് തന്നെയാണല്ലേ? കോൺട്രാസ്റ്റ് ടൈപ്പിലുള്ള ഒരു ബോട്ടമാണ് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ ഷോൾ ആണെങ്കിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റിലാണ് വന്നിട്ടുള്ള. കണ്ടോ, ഇതാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് കോംബോ വരുന്നത്. ഫ്രണ്ട്സ്, ഇത് ആലിയ കട്ടിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അതായത് ആ ഒരു ഡിസൈൻ, ആ ഒരു കട്ടിങ്ങിന്റെ പോർഷനിലൊക്കെ നമുക്ക് ഇവിടെ എന്താ പറയാ, ബീഡ് വർക്ക് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല സൈസുള്ള ടോപ്പാണ് കേട്ടോ. ഈ പറയുന്ന പോലെ അത്യാവശ്യം ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്താലും അല്ലേ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണ്. ഓക്കെ, ഷോളും പാന്റും ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഒരു മോഡൽ സിൽക്കിന്റെ ഒരു ടോപ്പ് ഉണ്ട്. ഇതാണ് മോഡൽ സിൽക്കിന്റെ ആ ഒരു ഐറ്റം നമുക്ക് വരുന്നത് കേട്ടോ. ബീഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ, പ്രായമുള്ള ആളുകൾക്കും അതുപോലെ യങ്സ്റ്റേഴ്സിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇത് നമുക്ക് 3 പീസില് വിചിത്ര സിൽക്സിൽ വരുന്നതാണ്. ഓ, വിചിത്ര സിൽക്ക് അല്ലേ? ഭയങ്കര പോഷാണ് അല്ലേ? പിന്നെ നല്ല ബ്യൂട്ടി ഉണ്ട് കേട്ടോ കാണാനായിട്ട്. വിചിത്രയില് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെയൊക്കെ നല്ല ഗോൾഡൻ വർക്ക്, റേറ്റ് കുറവാണല്ലേ? പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. ഇതിന്റെ കളർ വേരിയേഷൻസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ? ആണല്ലേ? ഓക്കെ, അത് ജസ്റ്റ് ഞാൻ ഈ ടോപ്പ് സൈസ് ഇല്ലേ, ഡബിൾ എക്സൽ ആണെന്നുണ്ടെങ്കിൽ 4 ഡബിൾ എക്സൽ വരും, 4 കളേഴ്സ് വരും. എക്സൽ ആണെങ്കിൽ 4 കളേഴ്സ് വരും. അങ്ങനെയാണ്. ഓ, അങ്ങനെയാണ് നമ്മൾ അതിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പിന്നെ പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന. ഓക്കെ, ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണല്ലോ. വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതും സിൽക്ക് മെറ്റീരിയൽ തന്നെയാണല്ലേ? ഇത് വിചിത്രയില് വർക്ക് വരുന്നത്. ഓ, വിചിത്ര സിൽക്ക് തന്നെയാണ്. ഓ, ഇത് വേറെ ലെവൽ ഐറ്റം ആണ്. ഈ പോർഷനിലൊക്കെ നല്ല റിച്ച് വർക്കാണ്. പലാസോ. ഓ, അതിന്റെ പലാസോ അല്ലേ? ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. ഷോൾ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല റിച്ച് വർക്ക് വരുന്ന ഐറ്റം ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്കും ഫോമും ഒക്കെ വരുന്നത്. കണ്ടോ, ഇതൊക്കെ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഓണക്കാലത്ത് വിറ്റഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടുന്ന് തുച്ഛമായ വിലയിൽ വാങ്ങി നിങ്ങൾക്ക് 2-3 ഇരട്ടി ലാഭത്തിന് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഏതാണ്? ഇത് പാർട്ടി വെയർ ആണോ? ഓ, വാവ്, വെരി ബ്യൂട്ടിഫുൾ. പാർട്ടി വെയറിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടല്ലേ? ഓക്കെ, ഇവിടുത്തെ സീക്വൻസ്, ബീഡ്സ്, സ്റ്റോൺസ്, എംബ്രോയിഡറി എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം. ഈ കളറും ഭയങ്കര അട്രാക്റ്റീവ് ആണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ അതെ അതെ. ഓ, പലാസോ ആണല്ലേ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇങ്ങനെ ഒരു ഇതായിട്ട് കിടക്കുന്ന ഒരു പാന്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഓ, നോർമൽ അല്ലേ? നോർമൽ ആണെങ്കിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബീഡ്സും അതും ഇതൊക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ്. വാവ്, ഒരു റോസ് ഗോൾഡ് കളർ അല്ലേ? ഓക്കെ, ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണോ? ആണല്ലേ? പ്രൈസ് അറിയാൻ പറ്റില്ല. അതായത് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വില കേട്ട് ആക്ച്വലി നിങ്ങൾ ഞെട്ടുമെന്നാണ് ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത്രയും കുറഞ്ഞ വിലയിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ. അതാണ് എൻ്റെ പ്രത്യേകത. ഓ, ഇതും കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഗൗണാണ് അല്ലേ? ഗൗണാണ്. ഓക്കെ, ഗൗണിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ആ, ഇതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടി ഗൗണായിട്ട് നമുക്ക് എൻഗേജ്മെന്റ് പോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. പേസ്റ്റൽ കളറിൽ വന്നിട്ടുള്ളതാണ്.
നല്ല രസമുണ്ട് കേട്ടോ. ഡാർക്ക് ഷെയ്ഡ്സ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഷെയ്ഡ്സും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ കളർ വേരിയേഷൻസ് ആണോ ഈ കാണുന്നത്? ഓക്കെ, അതിന്റെ റോസ് കളർ ആണ് ഈ കാണുന്നത്. ഹെവി വർക്ക് ഐറ്റം ആണ്. അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡാണ് കാണുന്നത് കേട്ടോ. ഇതും നല്ല ഹെവി വർക്കിലുള്ള ഐറ്റംസ് ആണ്. ഗൗൺ ആണ് അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇത് നമ്മള് ചുരിദാർ മെറ്റീരിയലുകളാണ്. ചുരിദാർ മെറ്റീരിയൽ നമുക്ക് 280 മുതലുള്ള മെറ്റീരിയലുകളുണ്ട്. 280 സ്റ്റാർട്ടിംഗ് ഉണ്ട് മുതലുള്ള മെറ്റീരിയൽ വരും. ഇതിന്റെയൊക്കെയാണ് മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ബോട്ടം എല്ലാം ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ള ഒരു ഐറ്റം ആണ് അല്ലേ? ഓക്കെ, ഷോള് വരുന്നത്. ഇതെല്ലാം ആ ഒരു ഏകദേശം റേഞ്ചിൽ വരുന്ന ഐറ്റങ്ങളാണ്. 280 ആണ് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല രസമുള്ള ഐറ്റം ആണ്. അതെ അതെ അതെ, ഗ്രീനില് വന്നിട്ടുള്ള ഐറ്റം ആണ്. ഇതാണെങ്കിലും കുറച്ച് ഒരു പ്രിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും. ഇതെല്ലാം ആ ഒരു റേറ്റിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത് നല്ല രസമുള്ളൊരു ഐറ്റം ആണ്. ഓക്കെ, നമുക്ക് ഓൺലൈൻ സെയിൽ ഉണ്ടോ ചേച്ചി? അത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരും അല്ലേ? ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഷോപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന ആളുകൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. വീഡിയോ കോളിൽ പ്രൊഡക്ട്സ് കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് ഈ പറയുന്ന പോലെ പ്രൊഡക്ട്സ് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നതായിരിക്കും. വീട്ടിൽ ചെയ്യുന്ന ആളുകളാവണം. അപ്പൊ നമ്മള് ഷോപ്പിലേക്കുള്ളത് പോലെ തന്നെ വീടുകളിൽ ചെയ്യുന്ന സ്ത്രീകളൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്ഫുൾ ആണ്. ഇതാണെങ്കിലും ആ ഒരു ടൈപ്പ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ കണ്ട ഈ കളക്ഷൻസ് എല്ലാം എല്ലാ ആളുകൾക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മോഡലാണ് അല്ലേ? ഇത് തന്നെ കണ്ടോ ഈ പറഞ്ഞ പോലെ മോഡൽസ് ആണ് കണ്ടോ. നല്ല എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ്. ഓക്കെ, ഇതൊക്കെ അജ്രക്കാണോ? അജ്രക്കിൽ വന്നിട്ടുള്ളതാണ് കണ്ടോ. അജ്രക്കിന്റെ ഒരുപാട് പല പല രീതിയിലുള്ള കളേഴ്സ് കണ്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടോ പല കളേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല സൂപ്പർ ആയിട്ടുള്ള ഷോളാണ് അല്ലേ? ഇത് എന്ത് ലെങ്ത് വരും? ആൾക്കാർക്ക് ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. പ്രോപ്പർ 2.25 കണ്ടോ. നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷോളാന്ന് പറയാൻ സാധിക്കും. നല്ല രസമില്ല ഇത് കാണാനായിട്ട് തന്നെ. നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ടിഷ്യൂ മെറ്റീരിയൽ അല്ലേ? ഓക്കെ, ടിഷ്യൂ മെറ്റീരിയൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത്. ടിഷ്യൂന്റെ ഒക്കെ പല പല വേരിയേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? കുറെ വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, അതും 3 പീസ് ആയിട്ട് തന്നെയാണ്. ഫ്ലോറൽ പ്രിന്റിലുള്ള ചുരിദാർ മെറ്റീരിയൽ കണ്ടോ. നല്ല മാച്ചിങ് ആയിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന പോലെ. ജോർജറ്റിൽ വരുന്ന പാർട്ടി മെറ്റീരിയൽ കേട്ടോ. പാർട്ടി സെമി പാർട്ടി മെറ്റീരിയൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ്. ഇതെന്റെ ഷോളാണ്. ഓക്കെ, ഷോളിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വർക്ക് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് ആഡ് ചെയ്യാം. ഇതെന്ത് മോഡലാണ്? ചിനോൻ മെറ്റീരിയൽ. ചിനോൻ മെറ്റീരിയൽ നല്ല മനോഹരമായിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത്. ഇതെന്റെ ഷോളാണ്. പിന്നെ അതുപോലെ ബോട്ടം നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് കണ്ടോ. ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ. ചിനോന്റെ കളർ വേരിയേഷൻസ് ഒന്ന് കാണിച്ചു കൊടുക്കാം കണ്ടോ. ഗ്രീൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെന്ത് കളർ? ഇതൊരു ലാവൻഡർ അല്ലാത്തൊരു കളറാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു അങ്ങനത്തെ ഒരു കളറാണ്. ഇത് നെറ്റ് ടൈപ്പാ, നെറ്റ് കോട്ടൺ. അമ്പു, ഇതൊക്കെ യുണീക്കാണ് കേട്ടോ. യുണീക്ക് ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയാൻ സാധിക്കും. നെറ്റ് കോട്ടണിൽ ചെയ്തിട്ടുള്ളതാണ്. ഗോൾഡൻ അല്ലേ? ടിഷ്യൂല് വന്നിട്ടുള്ളതാണ് കണ്ടോ. ഇതിന്റെ ഇത് ഷോളായിരിക്കും അല്ലേ? ഷോളാണ്. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വരും? ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മുടെ ആളുകൾക്ക് അറിയാനായിട്ടുള്ള ഒരു കൗതുകം ഉണ്ടാവും. എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ്. അഫോർഡബിൾ പ്രൈസിലാണ്. ഇത് കോട്ടണിലാണ്. പാന്റാണ്. നമ്മൾ പ്യൂർ കോട്ടണിൽ വരുന്നതാണ്. റേറ്റ് കുറവുള്ളത് തന്നെയാണ്. ഓക്കെ, 300 ആ റേഞ്ചിലേക്ക് അവിടെ. ഇത് എന്റെ ഷോളാണ് അല്ലേ? ഓക്കെ, അടിപൊളി. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതിന്റെ കളർ വേരിയേഷൻസ് ആണ് അല്ലേ? കണ്ടോ, കാറ്റലോഗ് ഉള്ള മോഡലാണ്. വെരി ബ്യൂട്ടിഫുൾ. ഇത്രയും കളേഴ്സ് നമുക്ക്. ഓക്കെ, ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ്.
ഏത് നാട്ടിൽ നമ്മൾ ഇതുകൊണ്ട് വെച്ചാലും ഇപ്പോൾ ഈ പറയുന്ന പോലെ കാസർഗോഡാണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും ആളുകൾ ഇത് വാങ്ങിക്കാൻ സാധ്യത ഉള്ള ഒരു ഐറ്റമാണ്. കേരളത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ് അവരിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണെങ്കിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് അല്ലേ. അത് കൂടാതെ തന്നെ ഉണ്ടല്ലോ, ഇത് നെക്സ്റ്റ് ഐറ്റം ആണോ? അമ്പോ അടിപൊളി. നേരെ കോൺട്രാസ്റ്റ് ആണ് എല്ലാം നമുക്ക് വന്നിട്ടുള്ള ഷോളും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ കണ്ടോ, ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ള നല്ല ഡിസൈനാണ്. അതുപോലെ ഇതെന്താ, ഇത് പാന്റ് ആണല്ലേ, ബോട്ടം ആണല്ലേ. നെക്സ്റ്റ് ഈ ഐറ്റം ആണല്ലേ. ഓ ടിഷ്യൂല് വന്നിട്ടുള്ള. ഓണത്തിന് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ ഇങ്ങനത്തെ പ്രിഫർ ചെയ്യാൻ സാധ്യത ഉണ്ട് അല്ലേ. ഇപ്പൊ ഗ്രൂപ്പ് സെറ്റ് ആയിട്ടാണെങ്കിലും അല്ലാതെയൊക്കെ ആൾക്കാർ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് അതിന്റെ ഷോൾ അല്ലേ? ഓ ഇതാണ് ഷോള് വരുന്നത്. ഓക്കെ ഫൈൻ. ഓ ഇത് വേറെ മെറ്റീരിയൽ ആണല്ലേ. വാവ്, വെരി ബ്യൂട്ടിഫുൾ. ടിഷ്യൂന്റെ തന്നെ ഐറ്റം ആണ്. ഓക്കെ, വെരി വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ അതുകൂടാതെ ഈ കാണുന്ന സെക്ഷൻ ഇല്ലേ, ഈ കാണുന്ന കംപ്ലീറ്റ് സെക്ഷനും നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസിന്റെ സെക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇനി അണ്ടർ ഗാർമെന്റ്സിന്റെ സെക്ഷനിലാണ്. ലേഡീസിന്റെയും ജെൻസിന്റെയും A to Z അണ്ടർ ഗാർമെന്റ്സ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഓൾസോ ഇൻ എ വെരി അഫോർഡബിൾ ഹോൾസെയിൽ പ്രൈസ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം ചേച്ചി വില വിവരങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ജെൻസിന്റെ ന്യൂഡേയുടെ ഈ ഒരു മോഡലാണ് അത് ബ്രീഫ് നമുക്ക് വരുന്നത്. പിന്നെ ഇത് ഇസ എന്ന് പറയുന്ന. ഓക്കെ, നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ ബോക്സ് വൈസ് ആണോ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇതിപ്പോ ഇങ്ങനെ 10 എണ്ണത്തിന്റെ ഒരു ബോക്സ് ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു ബോക്സിന്റെ അതിലാണ്. അതാണ് കുന്നത്ത് ഉള്ളത്. ഓ കുന്നത്തിന്റെ ബ്രാൻഡിന്റെ ആണ് നമുക്ക് വരുന്നത്. ആൽബ വരുന്നുണ്ട്. ഓ ഐഡിയയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഏത് ബ്രാൻഡ് ആണെങ്കിലും നമുക്ക് അവരുടെ ബോക്സ് വൈസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് അല്ലേ. ലൂസ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ലല്ലോ. ഓഡിയൻസിന് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത്. ബോക്സ് വൈസ് ആണ്. പിന്നെ ട്രങ്ക് ബ്രീഫ്സ് ആണ് വരുന്നത്. ഓക്കെ, അത് ഏത് കമ്പനിയാണ് നമുക്ക് വരാൻ ട്രങ്ക് ബ്രീഫ്സ്? ഓ ന്യൂഡയുടെ ഉണ്ട്, ആൽബയുടെ ഉണ്ട്. ഓക്കെ ഫൈൻ. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു കാറ്റഗറിയാണ്, നമുക്ക് ഈ ഒരു കമ്പനിയാണ് 3 എണ്ണം നമുക്ക് വരുന്നത്. കണ്ടോ, ഇത് എസ്ഐയുടെ ആണ്. എസ്ഐയുടെ ഈ ഒരു മോഡലിലാണ് നമുക്ക് ട്രങ്ക് ബ്രീഫ്സ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ വിലയിൽ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കടയിൽ വേണ്ട എല്ലാ ഐറ്റംസും ലഭ്യമാണ് ഇവിടെ. നമുക്ക് എല്ലാ ഐറ്റങ്ങളും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ട്രെൻഡ്സ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ബനിയൻ അല്ലേ. ബനിയൻ ഏതൊക്കെ കമ്പനിയാണ് നമുക്ക് വരുന്നത്? അത് നമുക്ക് അധികം വരുന്നത് ന്യൂഡയുടെ ആണ് വരുന്നത്. ന്യൂഡയാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ VIP ബ്രാൻഡിലെ. ഓക്കെ, ഇതാണ് ഐറ്റം. അപ്പോൾ ബനിയൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഒറ്റ ബോക്സ് ആയിട്ട് നമ്മൾ 10 എണ്ണത്തിന്റെ ഒരു ബോക്സ് വാങ്ങിക്കണം. അത് അങ്ങനെയാണ് അതിന് വരുന്നത്. പിന്നെ കണ്ടില്ലേ വിഐപിയുടെ വരുന്നുണ്ട്. വിഐപിയുടെ ഒരു ബോക്സിൽ അതും 10 എണ്ണം തന്നെയായിരിക്കും. നമുക്ക് ഇരിക്കുന്നതെല്ലാം ബോക്സ് വരുന്നതെല്ലാം 10 എണ്ണത്തിന്റെ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഐഡിയലിന്റെ വരുന്നുണ്ട്. ഈ കാണുന്ന ഐഡിയൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മൾ പാന്റീസിന്റെ തന്നെ നമ്മൾ കുറഞ്ഞ ഐറ്റത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓ കുറഞ്ഞ ഐറ്റം ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിൽ കുറഞ്ഞ ഐറ്റത്തിലും ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ളതെല്ലാം കുറഞ്ഞ ഐറ്റത്തിലും സാധാരണക്കാർക്കൊക്കെ ആണെങ്കിലും അതും മേടിക്കാം. കുറഞ്ഞ ഐറ്റം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പൗച്ചിൽ ഒറ്റ ഒരു പീസായിട്ടാണോ, നമ്പർ ആണോ, എങ്ങനെയാ അത്? അതങ്ങനത്തെ ഇതേപോലെ 80, 85, 90, 95, 100 ആ ഒരു സൈസിലാണ് സെറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ല ഇതിലിപ്പോ 85 ആണെന്നുണ്ടെങ്കിൽ ഇത് 10 എണ്ണം 85 തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അങ്ങനെയാണ് എല്ലാറ്റിന്റെയും വരുന്നത്. 10 പീസ് വരുന്നത്. സൈസ് അങ്ങനെയാണ് വരുന്നത്. ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡഡും ഉണ്ട് അൺബ്രാൻഡഡും ഉണ്ട്. അപ്പൊ ഏത് ബഡ്ജറ്റിൽപ്പെട്ട ആൾക്കാർക്ക് വാങ്ങിക്കാം. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലാതെ ഇങ്ങനെ എടുക്കുന്നതിൽ അതിൽ അങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് ലേഡീസിന്റെ സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ലേഡീസിന്റെ ഏതൊക്കെ ബ്രാൻഡ്സാണ് നമുക്ക് വരുന്നത്? ലേഡീസിന്റെ ഇത് തന്നെയാണ് ന്യൂഡയുടെ വരുന്നത്. ന്യൂഡേ ഉണ്ട്, എസ്ഐ ഉണ്ട്, ഐഡിയൽ ഉണ്ട്. പിന്നെ അതുപോലെ ഇത് കുറച്ച് പ്രീമിയം ആണെന്ന് തോന്നുന്നു അല്ലേ. ഇത് നാഗിന എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. ഇത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ളതാണ്. നാഗിന എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റം ആണ് നമുക്ക് വരുന്നത്. ഇതിന്റെ തന്നെ ലേഡീസിന്റെ ട്രങ്ക് ഇല്ലേ, ട്രങ്ക്സ് അത് വരുന്നത് നിക്കർ ടൈപ്പിൽ വരുന്നതിൽ. അപ്പോൾ എല്ലാ ടൈപ്പും വേരിയേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. വരുന്നതിൽ തന്നെ ലേഡീസിന്റെ നിക്കർ ടൈപ്പിൽ വരുന്നുണ്ട്, സാധാരണ ഇതിലും വരുന്നുണ്ട്. സാധാരണ ഇതിലും വരുന്നുണ്ട്. ഈ നഗിനയുടെ വരുന്നുണ്ട്. ഇത് ലേഡീസിന്റെ ട്രങ്ക് ആണ്. ലേഡീസിനും ജെന്റ്സിനും കോമൺ ആയിട്ടുണ്ട്. അണ്ടർ ഗാർമെന്റ്സിന്റെ തന്നെ കിഡ്സിന്റെ ഐറ്റം ആണ് വരുന്നത്. ഇതിൽ ന്യൂഡയുടെ വരുന്നുണ്ട്. ന്യൂഡയുടെ തന്നെ 7 days എന്ന് പറഞ്ഞതുണ്ട്. ഓ ന്യൂഡയുടെ ഐഡിയലിന്റെ ഉണ്ട്. ഐഡിയൽ ഉണ്ട്. ജൂനിയർ കിഡ്സിന്റെ
ഫീമെയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയുള്ളതാണ്. ഇത് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ന്യൂഡേയുടെ തന്നെ കുറച്ച് പ്രീമിയം ആണെന്ന് തോന്നുന്നത് അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്ന NXT എന്ന് പറയുന്ന ഒരു ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വേരിയേഷൻസ് ഇവിടെ നമുക്ക് അണ്ടർ ഗാർമെന്റ്സിൽ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ഏതെങ്കിലും ഐറ്റം ഉണ്ടോ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ പെട്ടിട്ടുള്ള? ഇതുപോലെ തന്നെ നമുക്ക് ലേഡീസിന്റെ കുറഞ്ഞ ഐറ്റത്തിലുള്ളതും ഉണ്ട്. അതാണ് ഇതെല്ലാം. ഇനി ബ്രാൻഡഡ് അല്ലാത്ത വേണമെന്നുള്ള ആളുകൾക്കാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം അല്ലേ? ഇത് പെൺകുട്ടികളൊക്കെ വീട്ടിലിരുന്ന ബനിയനില്ലേ, ഇത് നമുക്ക് മീഡിയം മുതൽ 5XL വരെ സൈസസ് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അത് ഇങ്ങനെ ഒരു ബണ്ടിലാണല്ലേ വരുന്നത്? അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വാങ്ങിക്കണോ? അത് അങ്ങനെയാണത്. ഒരു ഇതിൽ 10 കളർ ഉണ്ടായിരിക്കും, 10 ഡിസൈൻ ആയിരിക്കും, 10 സൈസസും ആയിരിക്കും അല്ലേ? അല്ല 10 സൈസിൽ ഒറ്റ സൈസ് ആയിരിക്കും വരുന്നത്. സൈസ് ആയിരിക്കും. ഇത് XL ആണെങ്കിൽ 10 എണ്ണം XL ആയിരിക്കും. ഓക്കെ, മീഡിയം ആണെങ്കിൽ 10 എണ്ണം മീഡിയം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് അതൊരു ഗുണകരമാണ്. അതിലങ്ങനെ ഇതായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ നൈറ്റ് ഡ്രസ് ആയിട്ട് നമ്മൾ വെക്കുന്ന ബനിയൻ പാൻറ്റും, ഇത് രണ്ടും കൂടി ഉള്ളതായിരിക്കും. ബനിയനും പാൻറ്റും കൂടിയിട്ടുള്ളത് വരുന്നത്. ഓക്കെ, നൈറ്റ് ഡ്രസ് ആ ഒരു സെറ്റ് ആണത് അല്ലേ? സെറ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. വരുന്നതാണ് ഈ ഒരു ഐറ്റത്തിന് സെറ്റ് ആയിട്ട്. മറ്റേത് അത് നമ്മൾ പറഞ്ഞത് ബനിയത്തിന്റെ ആണ്. പിന്നെ ഇത് പാന്റ്, ഫുൾ പാന്റ് ഇല്ലേ, ഇതും ഇങ്ങനെ 10 എണ്ണം ആയിരിക്കും. ഓക്കെ, കോട്ടൺ പാന്റ് വീട്ടിലിരുന്ന ബനിയൻ ടൈപ്പ്, ബനിയൻ ടൈപ്പിലുള്ള കോട്ടൺ പാന്റ് ആണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ നോട്ടൊക്കെ വരുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടും എലാസ്റ്റിക്കും നമുക്ക് വരുന്നുണ്ട്. മനസ്സിലായി. അതും അങ്ങനെ 10 എണ്ണം അതായിരിക്കും. ഇത് കുട്ടികളുടെ കിഡ്സിന്റെ ആണല്ലേ? ഓക്കെ, 3/4 വരുന്നത്. 3/4 വരുന്ന ഐറ്റം ആണ്. നോട്ടുള്ള ഐറ്റം ആണ്. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് തുടങ്ങണേ? ഇതെല്ലാം അഫോർഡബിൾ ആണ്, ചെറിയ വിലയിലാണ്. അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടി, ഒരു വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്ക് തൊട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പല സൈസസിലുള്ള കോട്ടൺ ഫ്രോക്കുകളാണ്. വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സസ് ആണ്. ബോയ്സിന് വീട്ടിലിടുന്ന ബനിയൻസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ. വീട്ടിലിടുന്ന ബനിയൻ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് അഫോർഡബിൾ പ്രൈസിൽ ഇവരിവിടെ വിൽപ്പന നടത്തുന്നത്. സ്ലീവ്ലെസ് ആയിട്ടുള്ള പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ്. അതുപോലെ അതിന്റെ പല പല ഡിസൈൻസ് കണ്ടോ, ഒരുപാട് ഡിസൈൻസ് ഇരിക്കുന്നുണ്ട്. ഈ കാണുന്ന എല്ലാം പല പല ഡിസൈൻസ് ആണ്. പിന്നെ അതുപോലെ അതിന് മാച്ച് ചെയ്യുന്ന പാന്റ് അല്ലേ? ഓക്കെ, ട്രാക്ക് സൂട്ട് പോലത്തെ ഐറ്റം കേട്ടോ. കോട്ടന്റെ ആണ്. കണ്ടോ, ട്രാക്ക് സൂട്ട് മോഡലിലുള്ള ചെറിയ ബോയ്സിന് ഇടാൻ പറ്റുന്ന പാന്റ് ആണ്. നോട്ടൊക്കെ ഉള്ള ഐറ്റം ആണ്. ഓക്കെ, അതിന് ചെറിയ കുട്ടി നിക്കറും ഉണ്ട് കണ്ടോ. വള്ളിയൊക്കെ ഉള്ള ഐറ്റം ആണ്. കോട്ടന്റെ ഐറ്റം ആണ്. ജെൻസിന്റെ സാധാരണ വീട്ടിലിരുന്ന ടൈപ്പ് ബനിയൻ ഇതല്ലേ? ജെൻസ് കോട്ടൺ വീട്ടിലിടുന്ന ബനിയനാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 10-15 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണ്. ഇതേ നൈറ്റ് ഡ്രസ് വന്നിട്ടോ. നൈറ്റ് ഡ്രസ്സിന്റെ ടൈപ്പിലുള്ള പാന്റ് ആണ്. 3/4 ആണ്. ഓക്കെ, ഇതിനൊക്കെ എനിക്ക് നിസ്സാര വിലയിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം അല്ലേ? മോസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഈ ഐറ്റങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഫാസ്റ്റ് മൂവിംഗ് ആണോ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ? ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ റെഗുലർ ആയിട്ട് വരുന്ന ഐറ്റങ്ങളാണ്. ആണല്ലേ? ആൾക്കാർ മേടിച്ചുകൊണ്ടും പോകും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? കാര്യം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ നാട്ടില്. പിന്നെ എല്ലാതും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. അതെ അതെ, ഇത് ടീഷർട്ട് കേട്ടോ. വീട്ടിലിരുന്ന മറ്റൊരു മോഡലാണ്. നല്ല മെറ്റീരിയൽ ആണല്ലോ അല്ലേ? നല്ല, എനിക്ക് തോന്നുന്നു കളറൊന്നും ഒരു കാലത്ത് പോയില്ല. ഇത് കീറണമെങ്കിൽ വലിച്ചു കീറേണ്ടി വരും അല്ലേ? എന്നാലേ ചീത്തയാവത്തുള്ളൂ. അത്രയും നല്ല മെറ്റീരിയൽ ആണ്. ടീഷർട്സ് കണ്ടോ, ഈ പറഞ്ഞ കോളർ, സെമി കോളർ, ചൈന കോളർ ടീഷർട്സ്, അതും കോട്ടൺ, നല്ല മെറ്റീരിയൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഐറ്റമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ജെൻസിന്റെ ഈ പറഞ്ഞ പോലെ ഷർട്ട് പീസ് അല്ലേ ചേച്ചി? ഷർട്ട് പീസും പാന്റ് പീസും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെ ചേച്ചി ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ? ഷർട്ട് പീസ് പ്ലെയിനിൽ വരുന്നത്, ഇത് പ്രിന്റഡിൽ വരുന്നത്, ഇത് ചെക്കിൽ വരുന്നത്, ഓക്കെ, ഇത് പ്രിന്റഡിൽ വരുന്നത്, ഫ്ലോറല് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഭവാനി ടെക്സ്റ്റൈൽസിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ വീഡിയോ തീരുന്നില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ ഭവാനി ടെക്സ്റ്റൈൽസിന്റെ സാരീസിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. സാരീസ് മാത്രമല്ല, കിഡ്സ് വെയർ ഐറ്റംസ് മുതലായ ഒരുപാട് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ബൈ ബൈ.